അതെ, ഇന്ന് ശനിയാഴ്ചയാണ്. റബ്ബർ വെട്ടലൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ വന്ന് ചോറും കറികളൊക്കെ വെക്കുകയാണ്. പിന്നെ പാല് തിളപ്പിക്കുകയാണ്. ഇന്ന് പുട്ടാണ് കേട്ടോ. ഡെയിലി കടി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇന്ന് പഴമുള്ളതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കാൻ നിർത്തും. അപ്പോൾ കറി വെക്കണത് പയറാണ്. പയറ് കറി വെക്കാൻ നിർത്തും. പയറ് കറിക്കുള്ള ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി കുറച്ച് കിളികൾക്ക് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കാൻ അടുപ്പയിലേക്ക് വെക്കുകയാണ്. ഇന്ന് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. പുട്ടുണ്ടാക്കൽ കഴിഞ്ഞ് മിറ്റടി കഴിഞ്ഞ് നേരെ പുല്ല് മുറിക്കാൻ പോയി. പിന്നെ തിരിച്ച് കയറി വന്നിട്ട് പയറ് കറിയാക്കാൻ നോക്കി. പ്ലാൻ എയും ബിയും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ നേരെ വന്ന് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഒരു അരക്കുറ്റി പുട്ടും 2 പഴമൊക്കെ എടുത്തടിച്ചു. പിന്നെ നേരെ ഒന്ന് മേല് കഴുകി ഡ്രസ്സ് മാറി വന്നു. പ്ലാൻ എ എന്തായാലും നടപ്പാവും. പ്ലാൻ ബി നടക്കുമോ എന്ന് അറിയില്ല. വഴിയേ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഡ്രസ്സ് മാറിഞ്ഞൊക്കെ കണ്ടപ്പം മോക്കും വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കൂട്ടിയില്ല. ഞാനിങ്ങനെയാണ് കേട്ടോ തലയിടാറ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഇപ്പം ഈ ഇടയായിട്ട് ഇടുന്നതാണ് സൺസ്ക്രീൻ. അല്ലെങ്കിൽ അങ്ങനെ ഇടാറൊന്നുമില്ല. പിന്നെ ഷോയ്ക്ക് വേണ്ടി കെട്ടുന്നതാണ് വാച്ച്. ചെറിയ വിലേൻ്റെ 150 രൂപേൻ്റെ വാച്ചാണ്. ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം. സമയം നോക്കാറൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട്. പിന്നെ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മുടെ അത്തർ. അപ്പോഴാണ് ഓർത്തെ കമ്മലിട്ടില്ലല്ലോ എന്ന്. പിന്നെ നേരെ പോയി കമ്മലൊക്കെ എടുത്തിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പുചാച്ചൻ വന്നായിരുന്നു. പിന്നെ അപ്പുചാച്ചൻ്റെ കൂടെ നേരെ ബൈക്കിന് പോയി. ഇത് നമ്മുടെ കാവ് കേട്ടോ, മാനന്തവാടി വള്ളൂർക്കാവാണിത്. ഇത് ഭംഗിയല്ലേ ഈ മഞ്ഞും കൂടി നെൽപ്പാടമൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നെല്ല്. ഞാൻ കൊയ്യുമൊക്കെ ചെയ്യുമായിരുന്നു പണ്ട്. അങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങി ബത്തേരി എത്തി. ഈ ബോഗൻവില്ല ഞാൻ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണാൻ പറ്റി. പിന്നെ ഒരു പെറ്റ് ഷോപ്പിൽ കയറി. അപ്പോൾ കണ്ടതാണ് ഫിഷിനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫിഷും പക്ഷിയൊക്കെ. പിന്നെയും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ബോഗൻവില്ലേൻ്റെ അവിടെ വന്നു. നല്ല ഭംഗിയുണ്ടല്ലേ ബോഗൻവില്ല. പിന്നെ ഞാൻ പറഞ്ഞ പ്ലാൻ എ നടപ്പിലായി. പക്ഷേ ബി സക്സസ് ആയില്ല. കാരണം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ അവിടേക്കുള്ള ടിക്കറ്റൊക്കെ അറിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ചു. അപ്പം ജസ്റ്റ് അവിടെ ഇത് അമ്പലവയലാണ്. അമ്പലവയലിലൊരു കുന്നിൻ്റെ മേലെ കയറി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് മേലേക്ക് കയറണമെന്നെങ്കിലും നടക്കാനുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്. ടിക്കറ്റൊന്നുമില്ല, ചുമ്മാ അങ്ങ് കയറിപ്പോൾ. നല്ലോണം ആൾക്കാരൊക്കെ വരുന്ന ഏരിയയാണ്. നല്ല ഭംഗിയില്ലേ. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കണേ ഉണ്ടല്ലോ അതിരാവിലെ വരണം. ഇതിപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയായി തോന്നുന്നു. ഞാൻ സമയമൊന്നും നോക്കിയില്ല കേട്ടോ. വാച്ചൊക്കെ കെട്ടി ഷോ ഇറക്കിയെങ്കിലും സമയം നോക്കണ പരിപാടിയൊന്നുമില്ല. അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ തീർത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാണല്ലോ രാവിലത്തെ ആ അടുക്കള പണിയൊക്കെ തീർത്ത് ഒരു 8:30 ആകുമ്പോഴത്തേക്കും എവിടെയെങ്കിലുമൊക്കെ പോവാം. പിന്നെ തിരിച്ച് 5 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്താം. അപ്പോൾ അത്രയും സമയം ഞാൻ ഫ്രീ ആണ്. പിന്നെ റബ്ബർ വെട്ടി പാലെടുത്തില്ല, സത്യം പറയാലോ. അത് ഞാൻ പാലെടുത്തില്ല, ഒഴിവാക്കണ്ടല്ലോ എന്നോർത്ത് വെട്ടി. പിന്നെ തിരിച്ച് വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ആസിഡ് ഒഴിച്ച് വെച്ചു ചിരട്ടയെ കൂടെ. പിറ്റേ ദിവസം ഞാനത് റബ്ബർ പാലായിട്ട് അത് ഒട്ടുപാലായിട്ട് എടുക്കുകയത്. കണ്ട എന്ത് ഭംഗിയാണ് മേലേന്ന് താഴേക്ക് നോക്കുമ്പോൾ. ഇതിനേക്കാളും ഹൈറ്റിലൊരു കുന്ന് തൊട്ടപ്പുറയുണ്ട് കേട്ടോ. ഇത് അമ്പലവയലാണ്. അമ്പലവയൽ ഈ സ്ഥലത്ത് ഈ അമ്പലവയൽ ചുറ്റുവട്ടത്ത് കുറേ കുന്നുകളുണ്ട് ഇതുപോലെ. ഫാൻറ്റൻ റോക്ക് അതൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആട്ടോ. ഇവിടെ കയറണമെങ്കിൽ പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കുറച്ചും കൂടെ രാവിലെ വരുവാണെങ്കിൽ ആ മൂടൽ മഞ്ഞോട്ട് കൂടി കാണുവാണെങ്കിൽ സൂപ്പറായിരിക്കും. അയ്യോ എന്ത് ഭംഗിയാ, നല്ല കേറ്റമാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് കാരാപ്പുഴ ഡാമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടെ കാണിക്കുന്ന വെള്ളക്കെട്ട് കാരാപ്പുഴയാണ്. ഏറ്റവും മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വെയിലിന് അത്ര ശക്തിയില്ല. വെയിലുണ്ട്, ഒരു ഇളം കാറ്റൊക്കെ ആയിട്ട്. പക്ഷേ നല്ല ചൂടുണ്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നല്ല ചൂടൻ വെയിലിങ് വന്നു കേട്ടോ. മടുത്തു പോയി. പക്ഷേ ഇത് രാവിലെ കാണണം, എന്ത് ഭംഗിയായിരിക്കുമല്ലേ. കണ്ടോ, ഇപ്പം തന്നെ നല്ല അടിപൊളി വ്യൂ അല്ലേ. താഴത്തേക്ക് കൊക്ക പോലെയാണ്. നമ്മുടെ അപ്പച്ചാച്ചൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിന്നപ്പം പിന്നെ അവിടെ അടുത്തെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവൻ എന്നോട് ചോദിച്ചു, പ്ലാന് എയും ബിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബി ഫ്ലോപ്പായി. പക്ഷേ അതിന് പകരം വേറെ ഇങ്ങനെ ഇത് കുന്നേ കയറി നമ്മൾ ഇത് കണ്ടു. അന്നേരം അവൻ എന്നോട് ചോദിച്ചു ജോസ്നയുടെ അടുത്ത് പോകണമെന്ന്.
അപ്പോൾ അവൻ ചോദിച്ചല്ലേ, അവന് കുഴപ്പമില്ലല്ലോ എന്നോർത്ത് ആ ഫോണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ വിട്ടു ജോസ്നേൻ്റെ അടുത്തേക്ക്. എനിക്ക് സത്യത്തിൽ അവളെ വീട് എവിടെയാണെന്നറിയില്ല, ആ ഭാഗത്താണെന്നറിയാം. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പം ലൊക്കേഷനൊക്കെ ഇട്ട് തന്നു കേട്ടോ. ലൊക്കേഷൻ ഇട്ട് തന്നപ്പോൾ നമ്മളത് നോക്കി പോയി. പക്ഷെ നേരത്തെ പ്ലാൻ ചെയ്ത് അവളോട് വിളിച്ച് പറയാതെ ചെന്നതിന് അവൾക്ക് നല്ല ദേഷ്യം വന്നു. ആകെ എന്താണ് ചെന്നതിനുള്ള സന്തോഷം ഉണ്ടെങ്കിലും നേരത്തെ പറയാത്തതിന് അവൾക്ക് നല്ല പരിഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുന്നിലെ കാഴ്ച കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി പോവാണ്. ഈ പുല്ലൊക്കെ മൂക്കുന്നതിന് മുന്നേ കുറച്ചുകൂടെ നേരത്തെ വരികയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ഇതിപ്പം പുല്ലൊക്കെ മൂത്ത് പഴുത്ത് ഉണങ്ങാനായി, അതിൻ്റെ ഭംഗി പോയി. അതിൽ നേരെ പോയ ഒരു പാറക്കുളം കാണാമെന്നാണ് അവൻ പറഞ്ഞത്. അവനിത് കുഞ്ഞ് അവിടെ വന്നിട്ടുണ്ട്. ഇത് ഭംഗിയാണല്ലേ. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ജോസ്നേൻ്റെ വീടിൻ്റെ അവിടെ എത്തി. നമ്മൾ ഓണടിച്ചപ്പോൾ അവൾ മെല്ലെ ഇറങ്ങി വന്നു. അവൾക്ക് വലിയ എന്താണ് സന്തോഷമൊന്നും ഇല്ല എന്നെക്കാളും. സത്യത്തിൽ ഞാൻ അവളുടെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചു പോയതല്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു പോകണമെന്ന്. അപ്പോൾ അങ്ങനെ അങ്ങ് തോന്നിപ്പോയതാണ്. പക്ഷെ വിളിച്ചു പറയാൻ ചെല്ലാത്തതിന് അവൾക്ക് നല്ല ദേഷ്യ സങ്കടമൊക്കെ വന്നു. അതുകൊണ്ട് അവൾക്ക് വലിയ സന്തോഷമില്ല മുഖത്ത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ചെടിയൊക്കെ കൊണ്ടു. അവളുടെ അടുത്തുള്ള ചെടി 2-3 കമ്പൊക്കെ ആയിട്ട് തന്നു എനിക്ക്. പിന്നെ വരുന്ന വഴിക്ക് റോഡ് സൈഡും, ആരോടും പറയണ്ട, റോഡ് സൈഡിൽ നിന്ന് ഒരെണ്ണം അടിച്ചു മാറ്റി. അപ്പോൾ ഇവിടെ എത്തിയപ്പം സന്ധ്യയായി, പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ നട്ടു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.